ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ മോൻ രാവിലെ തന്നെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ മുട്ടായി വാങ്ങി തരണം എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം സോൾവ് ചെയ്ത് കാറിൽ കയറിയപ്പോൾ പറഞ്ഞാൽ ഞാൻ അച്ഛമ്മൻ്റെ കൂടെ ബാക്കിലായിരിക്കുന്നേന്ന്. അങ്ങനെ ബാക്കിൽ ഇരുന്ന് ഓൻ എന്തെല്ലോ പറയുന്നെല്ലാം ഉണ്ട്. പിന്നെ അവസാനം പറഞ്ഞാൽ അച്ഛൻ അങ്ങ് സ്പീഡിൽ ഓടിക്കുന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എന്നാ അമ്പലത്തിലെത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും മോനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുമെന്ന്. അമ്പലമാണെങ്കിൽ വലിയ സ്റ്റെപ്പെല്ലാം കയറി പാറേൻ്റെ നടുക്കാണ് അമ്പലമുള്ള. അങ്ങനെ ഇവൻ സ്റ്റെപ്പ് കയറുമ്പോൾ പറഞ്ഞാൽ എനിക്ക് കയറാനൊന്നും കയ്യിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ എന്നാൽ ഏട്ടൻ അങ്ങ് എടുക്കുന്നു. പിന്നെ ഏട്ടൻ ഓനങ്ങനെ എന്തെല്ലോ സോപ്പെല്ലാം ഇട്ട് നല്ല രസമാണ് നടക്കാമെന്നെല്ലാം പറഞ്ഞ് ഓനെക്കൊണ്ട് ഇങ്ങനെ നടപ്പിക്കുന്നുണ്ട്. അതാ ഇങ്ങനെ ഏട്ടൻ ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ബാക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മ അവിടെ നിന്നിട്ട് പറയുന്നത് എൻ്റെ അമ്മ ഇതെത്രയാ സ്റ്റെപ്പ് എന്ന്. കാരണം അമ്മ കുറേ ഇങ്ങോട്ടേക്കെല്ലാം വന്നിട്ട് അങ്ങനെ ആ സ്റ്റെപ്പെല്ലാം കയറി നേരെ കുളത്തിലേക്കാണ് പോയത്. കാരണം ഇവൻ എണീപ്പിച്ചത് തന്നെ കുളമുള്ള അമ്പലത്തിൽ പോകാൻ മോനെയെന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചത്. അങ്ങനെ അവിടെ എത്തി ആടി അവൻ പറഞ്ഞു വാ നമുക്ക് കുളത്തിലേക്ക് പോകാമെന്നെല്ലാം പറഞ്ഞ് അവിടുന്ന് കാലെല്ലാം കഴുകി കുളവും അതെ പാറേൻ്റെ നടുക്കാണ് കുളമുള്ള നല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടൻ്റെ ഇളയമ്മ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലെല്ലാം എടുത്ത് പിന്നെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ശിവരാത്രീൻ്റെ അന്നല്ലേ നമ്മൾ പോയത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ പോകുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും എന്തെങ്കിലും വഴിപാട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ക്യൂ നിൽക്കുമ്പം ആണുങ്ങളെ സെക്ഷനിൽ ക്യൂ കുറവാണ്. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ എന്നാൽ ഏട്ടൻ നിന്നോന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നൈസായിട്ട് അതെല്ലാം ഏൽപ്പിച്ച് നമ്മൾ തൊഴുവെല്ലാം ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പം ഏച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അന്നേരം ഇവൻ ഗുളികപ്പുഴേൻ്റെ ആടെ എത്തിയപ്പം പറഞ്ഞു ഇതല്ലേ ഗുളികപ്പുഴ എന്നെല്ലാം പറഞ്ഞിട്ട് ചിരിക്കുന്നുവെല്ലാം ഉണ്ട്. അങ്ങനെ നേരെ എന്നാ ഇവൻ്റെ ഏട്ടന്മാരുടെ അടുത്ത് എത്തിയ സന്തോഷമാണ് ഈ കാണുന്നത്. അവിടെ എത്തുമ്പോഴേക്ക് ഇവൻ അങ്ങ് ഉറങ്ങിനായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തിന് ഓണാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവൻ ഓരോ കുരുത്തക്കേട് കളിക്കലായി ഓരോന്നെടുത്ത് കളിക്കുന്ന. അപ്പോൾ ഇത് ശ്രീശേട്ടനും മറ്റേത് ശ്രീഹാനേട്ടനും. ചെറിയ ആളെ ഇവൻ കുഞ്ഞേട്ടാന്നാണ് വിളിക്കുക. ഇവൻ തന്നെ ഇട്ട പേരാണ്. അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. കാരണം കുരുത്തക്കേട് കളിക്കാലോ അവർ തമ്മിലേ. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയാൽ പ്രാർത്ഥിക്കല് എൻ്റെ കുഞ്ഞേട്ടനെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ അവൻ്റെ സൈക്കിൾ കയറിയപ്പോൾ അതിൽ കയറി ഇരുന്ന് അച്ഛനെ വിളിക്കുന്നത്. എന്നെ ഒന്ന് സൈക്കിൾ ഓടിപ്പിച്ച് താന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്ന. അപ്പോൾ അതാണെങ്കിൽ സൈക്കിള് ശരിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ബോളിനെ കൊണ്ടെല്ലാം കളിച്ച് പിന്നെ ശ്രീശേട്ടൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീശാ പൂവാങ്ങ് പറിക്കും മോനേന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ പിന്നെ ഇവൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബോൾ കൊണ്ട് തന്നെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛാ വാ നമുക്ക് ബോൾ കൊണ്ട് കളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ ഞാനിപ്പം വരാം മോനേന്നെല്ലാം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവനുണ്ട് മതിലിൻ്റെ മുകളിലേക്ക് കയറണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കൊന്നും ഇല്ലേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അമ്മ പിടിക്കണേന്ന് പറഞ്ഞിട്ട് എൻ്റെ മേത്തേക്ക് ഇങ്ങനെ തുള്ളുന്നുണ്ട്. അങ്ങനെ ഞാൻ അവനെ പിടിച്ചിട്ട് അവൻ പറയുന്നത് സ്പൈഡർമാനാ ഞാൻ എന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞേട്ടൻ എന്താക്കി സൈക്കിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ ഓരോ സാധനം കൊണ്ട് കൊടുത്തു. സ്പാനറും അതും ഇതും എല്ലാം ആയിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനങ്ങ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കിയപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം എന്ത് എന്ന് പറയുന്നുണ്ട് ഏട്ടൻ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി മോനെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അച്ഛനും കയറിയിട്ട് സൈക്കിൾ ഓടിക്കുന്നു. മോനാണെങ്കിൽ പറയുന്നുണ്ട് നിർത്ത് ബാക്കി ഞാൻ ഓടിക്കാം. അങ്ങനെ എങ്ങനെയല്ലാനോ ഇവനെ കൂട്ടി നമ്മൾ സ്വന്തം തട്ടുകടയിൽ ബർഗറെല്ലാം കഴിച്ച് പിന്നെ ഇവൻ പറഞ്ഞു ഞാൻ കാറ് കിടക്കുമെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലെത്താനായ അന്നേരം പറഞ്ഞു കാറ് കിടക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ മാണിക്കോത്ത് പാലത്തിൻ്റെ അവിടെ എത്താനാകുമ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നു. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് മോനെ ഏടിയാ സൂര്യൻ പോവാന്നെല്ലാം ഇങ്ങനെ അവനോട് ചോദിക്കുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.